ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. മിഞ്ഞാന്നാണ് തന്നതെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ചെയ്യുന്നത്. മിഞ്ഞാന്ന് തന്നതാണ്. ഞാൻ കത്ത് തുറന്ന് നോക്കിയില്ല. പോയി വന്ന് കത്ത് വായിച്ചതിന് ശേഷം അറിയിക്കുക. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഞാൻ അവരോട് അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ അവരെന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഇത് അപ്പോൾ ഒരു 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 ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി പ്രാരാബ്ധപ്പെട്ട എല്ലാ വഴികളും നോക്കി ഇളയ മകന് വിഷം കൊടുത്തു കൊന്നു സ്വയം ജീവനൊടുക്കിയ ഒരു വയോധികൻ, കോൺഗ്രസിന് വേണ്ടി ജീവിച്ചു മരിച്ചൊരു നേതാവിൻ്റെ ആത്മഹത്യാക്കുറിപ്പിനോടുള്ള ആ പാർട്ടിയുടെ നേതാക്കളുടെ പ്രതികരണമാണ് കേട്ടത്. അതിലൊരു കത്ത് അവസാനിക്കുന്നത് KPCC അധ്യക്ഷനോടുള്ള വിലാപസ്വരത്തിൽ അക്ഷരങ്ങളിൽ ചോരയാണ്. 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച എനിക്ക്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കളും മാത്രമായിരിക്കും. എൻ്റെ മക്കളെയെങ്കിലും രക്ഷിക്കാൻ അങ്ങയുടെ ഭാഗത്ത് നടപടി ഉണ്ടാവണേ സാറേ. ആ വിലാപം കേട്ടില്ല പാർട്ടി. എന്നിട്ടും അവസാന ശ്വാസം വരെ ഓരോ കോശത്തിലും കോൺഗ്രസ് വികാരമായി കൊണ്ടു നടന്ന NM വിജയൻ മരണത്തിലും പാർട്ടിയെ ഒറ്റിയോ? ഇല്ല. മറ്റൊരു കത്ത് അവസാനിക്കൽ ഇങ്ങനെയാണ്: സർ, ഈ മരണക്കുറിപ്പ് അങ്ങേക്ക് കിട്ടി 10 നാൾ കാത്തിരിക്കണമെന്ന് മകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ കത്തിൻ്റെ കോപ്പി വയനാട് പോലീസ് മേധാവിക്ക് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനിടവരുത്തരുതേ സാർ. ഇളയ മകന് വിഷം കൊടുത്തു കൊന്ന് കോൺഗ്രസിന്റെ ബലിത്തറയിൽ തലയറിഞ്ഞ് ലോകം വിട്ടുപോകുന്നതിന് മുൻപ് ആത്മരക്തം മുക്കി എഴുതിയ കത്തിനോടാണ് നേരത്തെ കേട്ട നേതാക്കളുടെ പ്രതികരണം. അങ്ങേയറ്റം വിലാപസ്വരത്തിൽ വായിക്കുന്നവരുടെ ഹൃദയം പിടഞ്ഞു പോകുന്ന കത്ത് കണ്ടിട്ടും കണ്ടില്ല എന്ന് ഉത്തരവാദിത്തമില്ലാതെ പറഞ്ഞ K. സുധാകരന്റെ നിഷേധ വർത്താനം മനസാക്ഷിയില്ലാത്തതാണ്. സ്വന്തം വീട്ടിൽ അച്ഛനും സഹോദരനും നഷ്ടമായി കുടുംബത്തിൽ ബാക്കിയൊരു മനുഷ്യൻ വിറയ്ക്കുന്ന കൈകളിൽ പിതാവിന്റെ അവസാന വാക്കുകളിൽ ക്ലാരിറ്റി കുറവും ഭീഷണിയും കണ്ട അത് വേറെ മഷയിലാണെന്ന് കണ്ടെത്തിയ VD സതീശന്റെ വാക്കുകൾ കണ്ണിൽ ചോരയില്ലാത്തതാണ്. അതായത് തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിൽ വൈകിയാണെങ്കിലും KPCC ഉപസമിതി ആ വീട്ടിൽ പോകുന്നുണ്ട്. അതിനുശേഷം വിജയന്റെ മൂത്ത മകനും കുടുംബവും ഇനിയൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ലെന്ന് മാത്രമല്ല, ഉപസമിതിയിൽ വിശ്വാസമുണ്ടെന്നാണ് പ്രതികരണം. എന്തോ ഒത്തുതീർപ്പുണ്ടായെന്ന് വ്യക്തം. ആത്മഹത്യാക്കുറിപ്പ് മരണമൊഴിയാണെന്നിരിക്കെ, വായിക്കുന്നവർക്ക് മനസാക്ഷി നീറ്റുന്ന രക്തം മണക്കുന്ന വാക്കുകൾ പോലീസിന്റെ കൈവശമുണ്ടെന്നിരിക്കെ, ഉപസമിതി ആ വീട്ടിൽ പോയി സംസാരിച്ച് തോർത്തിട്ട് കൈകൊടുത്തങ്ങ് കബൂറാക്കാൻ ഇതെന്താ നാട്ടുകൂട്ടമാണോ? MLA IC ബാലകൃഷ്ണൻ അടക്കം ആ കത്തിൽ പറയുന്നവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ കാക്കാനുള്ള ഉടായ്പാണ് ഉപസമിതിയെങ്കിൽ അതങ്ങ് പള്ളിയിൽ പോയി പറയണം. നിയമത്തിന് കുറുകെ നിൽക്കാനാണെങ്കിൽ CPM-ന് നേർ കൈ ചൂണ്ടി പാർട്ടി കോടതി എന്ന വാക്കുച്ചരിക്കാൻ അവകാശമുണ്ടോ കോൺഗ്രസ് നേതാക്കൾക്ക്? ഒരു ദാക്ഷിണ്യവും ഒരു കരുതലും ഒരു പൊളിറ്റിക്കൽ പ്രിവിലേജും അനുവദിക്കാവതല്ല. കൊലച്ചു കൊടുത്തവർക്ക് കൊടുക്കണം കൈവിലങ്ങ്, കൽത്തുറുങ്ക്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ SK സജീഷ്, ശ്രീ K. ഗണേഷ് BJP നേതാവ്, പരാതിക്കാരൻ പത്തോസ് എന്നിവർ ചർച്ചയിൽ ചെയ്യുന്നു. ആദ്യം ഞാൻ ശ്രീ SK സജീഷിലേക്ക് പോകണം. ശ്രീ SK സജീഷ്, ഇന്നലെ വരെ ഇവിടെ വിജയന്റെ മൂത്ത മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ നേരിട്ട അനുഭവത്തിൽ അവർ ശക്തമായ പ്രതികരണം നടത്തുന്നു. ഇന്നിപ്പോൾ KPCC ഉപസമിതി ആ വീട്ടിലേക്ക് പോയി. അതിനുശേഷം പരസ്യ പ്രതികരണത്തിന് ഇനി പരസ്യ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ പ്രതികരണം. ഏതാണ്ട് ഈ പറയുന്ന സാമ്പത്തികവാദം ഏറ്റെടുക്കാമെന്ന മട്ടിലുള്ള ഒത്തുതീർപ്പ് അവിടെ ആയി എന്ന് തോന്നുന്നുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവർ നിയമത്തിന് മുന്നിൽ വരുമെന്നും ഉറപ്പു പറയാൻ കഴിയുമോ SK സജീഷ്? തീർച്ചയായും പരസ്യമായി ഇനി കൂടുതൽ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങളെല്ലാം ആ കുടുംബം വളരെ വ്യക്തമായി തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യവുമാണ്. ആ ബോധ്യത്തിനപ്പുറത്തേക്ക് വിട്ടുപിരിഞ്ഞു പോയ ശ്രീ NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ്, അദ്ദേഹത്തിൻ്റെ മരണമൊഴി, ഇതെല്ലാം മുന്നിൽ രേഖയായും തെളിവായും നിൽക്കുന്നുണ്ട്. ഈ സംഭവമുണ്ടായി കോൺഗ്രസ് സ്വീകരിച്ച ഒരു സമീപനം ആദ്യം ഒരു വഞ്ചനയുടെ സമീപനമായിരുന്നു. ഇതെല്ലാം തേച്ചുമാച്ച് കളയാം എന്ന ഒരു വഞ്ചനയുടെ സമീപനം ആദ്യം കോൺഗ്രസ് സ്വീകരിച്ചു. പിന്നീട് ഈ കുടുംബത്തെയും ആ മരണത്തെയും അവഗണിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരാളും പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. പിന്നീട് ആ കുടുംബത്തെ അവഹേളിച്ചുകൊണ്ട് രക്ഷപ്പെടാം എന്നവർ ശ്രമിച്ചു. പിന്നീട് ഭീഷണിയും പെടുത്തി ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് അവരുടെ ദൈന്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു സഞ്ചരിക്കുന്ന കോടതി ഇന്ന് വയനാട്ടിൽ വന്നിരിക്കുന്നു. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത്, നിലവിൽ
ബ്ലഡ് മണി എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ത്യയിലെ നിയമം അംഗീകരിക്കുന്നതല്ല. പണം കൊടുത്ത് കൊലപാതക കുറ്റത്തെ ഒഴിവാക്കിയെടുക്കാൻ ഇന്ത്യയിലെ നിയമം അംഗീകരിക്കുന്നില്ല. അത് മറ്റു ചില രാജ്യങ്ങളിലെ നിയമങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ അതില്ല എന്ന് ഈ സഞ്ചരിക്കുന്ന കോടതിയുമായി എത്തിയ ശ്രീ തിരുവഞ്ചൂരും അതിനെ ന്യായീകരിക്കുന്ന ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇരട്ടക്കൊലയിലേക്ക് നയിച്ച തെളിവുകൾ നിരവധിയായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിൽ 2021 KPCC പ്രസിഡന്റിന് അയച്ച കത്തുണ്ട്. അതിൽ ബാധ്യതകളെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വന്ന വഞ്ചനയെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ നിയമനവുമായി ബന്ധപ്പെട്ട കരാർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് തെളിവായി നിലനിൽക്കുന്നുണ്ട്. ആത്മഹത്യാ കുറിപ്പുകൾ തെളിവായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പരാതിക്കാരായി നിരവധി ആളുകൾ, ഇപ്പോൾ നിയമന തട്ടിപ്പിനിരയായ ആളുകൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. താളൂർ സ്വദേശി പത്രോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുൽപ്പള്ളി സ്വദേശി സായുജ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ ആളുകൾ ലക്ഷങ്ങൾ ഈ നിയമന തട്ടിപ്പിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടവർ പരാതിയായി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമപരമായി ഒരു മരണം, കൊലപാതകം, ആ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, അതിൽ ഇരട്ട മരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി അന്വേഷിക്കപ്പെടുകയും എത്ര വെളുപ്പിച്ചെടുക്കാനും എത്ര ഇവരെ താലോലിച്ചെടുക്കാനും എല്ലാം ശ്രമിച്ചാലും ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ ദിവസം ഇത്രയാകുന്നുണ്ടല്ലോ, ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ട് ദിവസം ഇത്രയാകുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ഒരാൾ പോലും ഇന്നിപ്പോൾ ആ വകുപ്പ് ഓൾട്ടർ ചെയ്ത് ആത്മഹത്യാ പ്രേരണയാക്കി മാറ്റുന്നുണ്ട്, എന്നിട്ടും ആ പ്രതിപട്ടികയിലേക്ക് ഈ പറഞ്ഞ ആത്മഹത്യാ കുറിപ്പിൽ പേര് പറയുന്ന ആരുടെയും പേര് വരുന്നില്ല. ഇതുവരെ ഈ സമയം വരെയും ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ആരുടെയും മൊഴിയും എടുക്കുന്നില്ല. അന്വേഷണം എന്തോ കാരണം കൊണ്ട് ഇഴയുന്നുണ്ടോ സജീഷ്? ഒരു കാരണവശാലുമില്ല ഹാഷ്മി. ഒരു കാര്യം, ഇത്തരം വിഷയങ്ങൾ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. വൈകാരികമായ വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതാണ് ഇതിലെ കുറ്റവാളികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതിനനുസൃതമായ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ കയ്യിലുണ്ട്. അതിനനുസരിച്ച് പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം മുന്നോട്ട് പോകും. ആത്മഹത്യാ പ്രേരണാ കുറ്റമുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടുണ്ട്, വലിയ തട്ടിപ്പുണ്ട്. കേരളം കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയമന തട്ടിപ്പ് ഈ കേസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതെല്ലാം മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയും അതിൻ്റെ ഭാഗമായി ഞാനതാണ് പറഞ്ഞു വന്നത്. ഇന്നലെ പോലും ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടേത് ഉൾപ്പെടെയുള്ള ഈ മാധ്യമം 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ആ കുടുംബം സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയിൽ പേരെടുത്ത് തന്നെ അവതാരകനോട് അവർ പറഞ്ഞു, IC ബാലകൃഷ്ണനും MLA യും അതുപോലെ തന്നെ ND അപ്പച്ചനും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ ആവശ്യം എന്ന് ആ കുടുംബം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ കുടുംബത്തെ അവഹേളിക്കാനും ഇതിനെ അവമതിക്കാനും ഇതിനെ ഇകത്തി കാണിക്കാനും അവഗണിച്ച് കളയാനും എല്ലാം ശ്രമിച്ചാൽ അത് നടക്കുന്നതല്ല. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ ചില പ്രശ്നങ്ങളുണ്ട്. അത് KPCC പ്രസിഡന്റ് K സുധാകരൻ ഇത്തരമൊരു കുറിപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെല്ലാം മനുഷ്യരല്ലേ? ഏതെങ്കിലും മനുഷ്യൻ്റെ ബന്ധു വന്നിട്ട് ഇത് ഒരു ആത്മഹത്യാ കുറിപ്പാണ് എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുത്താൽ അത് താഴോട്ട് ഇട്ടിട്ട് വീട്ടിലവിടെ കിടക്കട്ടെ, ഞാൻ പിന്നെ വായിച്ചോളും എന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യത്വമുള്ള മനുഷ്യന് കഴിയുന്നതാണോ? KPCC പ്രസിഡന്റ് അതാണ് പറഞ്ഞത്, എൻ്റെ വീട്ടിലെവിടെയോ ഉണ്ട്, ഞാൻ പിന്നെ വായിച്ചോളാമെന്ന്. പക്ഷേ അത് പച്ചക്കള്ളമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. കയ്യിൽ കൊടുത്തതാണ്, നേരിട്ട് മകൻ തന്നെയാണ് കൊടുത്തത്, എന്നിട്ടും അത് വായിച്ചില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇന്നലെ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ പറഞ്ഞത്, ഞാനിത് നേരത്തെ അറിഞ്ഞതാണ്, നേരത്തെ എൻ്റെ ശ്രദ്ധയിൽ വന്ന വിഷയമാണ്, എല്ലാവരും തൂങ്ങും എന്ന് ഞാൻ IC ബാലകൃഷ്ണനോടും ND അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട്. അതായത് കുറ്റകൃത്യം കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് തനിക്കറിവുണ്ട്. അതുകൊണ്ട് സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ മേടിച്ച കാശ് ഉൾപ്പെടെ കാശ് ഉൾപ്പെടെ തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചില്ലെങ്കിൽ തൂങ്ങും, എല്ലാവരും തൂങ്ങേണ്ടി വരും, IC ബാലകൃഷ്ണനും ND അപ്പച്ചനും തൂങ്ങേണ്ടി വരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ ശ്രീ K സുധാകരൻ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ അത് സുധാകരൻ്റെയും കോൺഗ്രസിൻ്റെയും കുറ്റസമ്മത മൊഴി കൂടിയാണ് എന്ന് കാണേണ്ടതുണ്ട്. ആ കുറ്റസമ്മത മൊഴി കൂടി ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ കത്ത് വായിച്ചിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞ മറ്റഭിപ്രായങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതായോണ്ട് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് വാചകങ്ങളെല്ലാം തന്നെ ഇന്ന് ഉപസമിതി അവിടെ പോകുന്നുണ്ട്, അവരെ കേൾക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേട്ടുവെന്ന് തോന്നുന്നു. കാര്യം ഉപസമിതി ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന കുടുംബം ഓർത്തു നോക്കണം.
പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി ആ പണത്തിൻ്റെ എന്താണ് കടക്കണിയിൽ വഴിയാധാരമാകുമെന്ന ഭീതിയിൽ വയ്യാത്ത ഇളയ മകന് വിഷം കൊടുത്തു കൊന്ന് ആത്മഹത്യ ചെയ്തൊരു അച്ഛനുള്ള ഒരു കുടുംബത്തിന് നിങ്ങളുടെ പാർട്ടിയുടെ ഉപസമിതി ഇന്ന് വിശ്വാസമാണ്. അത് ആ കുടുംബത്തിൻ്റെ ഹൃദയവിശാലതയാണ് കേട്ടോ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇത് 2021 നേരത്തെ കത്തുണ്ടാകുമ്പോഴും ഈ പ്രശ്നങ്ങളൊന്നും പാർട്ടിക്ക് അറിയാത്തതല്ലോ. ഇത് ഇന്ന് ഉപസമിതി അവിടെ ആ വീട്ടിൽ പോയതുപോലെ നേരത്തെ തന്നെ പരിഹരിക്കാവുന്നതായിരുന്നു. അത് പരിഹരിച്ചില്ല. 2 പേർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാക്കുറിപ്പ് ഞാൻ കണ്ടില്ല, അത് മേശപ്പുറത്ത് കിടപ്പുണ്ട്, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് കുടുംബത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കലല്ലേ കെ സുധാകരൻ ചെയ്തു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ഉപസമിതി അവിടെ പോയി അവരുടെ പ്രശ്നം പരിഹരിച്ച് ഒത്തുതീർപ്പാക്കി എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പാവുമോ? ആത്മഹത്യാക്കുറിപ്പ് അവിടെയുണ്ട്. അതിൽ പറഞ്ഞ IC ബാലകൃഷ്ണൻ ND അപ്പച്ചൻ്റെയും പേരുകളടക്കമുണ്ട്. അവർ നിയമ നടപടി നേരിടണ്ടേ? ഈ നാട്ടിലെ നിയമം. ജ്യോതികുമാർ ചാമക്കാല. ഹാഷ്മി, താങ്കൾ ഇൻട്രോയിൽ അവതരിപ്പിച്ചതും ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിലും കോൺട്രഡിക്ടറി ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. സ്വാഭാവികമായും ഇവിടെ DCCയുടെ ട്രഷറർ ഏകദേശം അരനൂറ്റാണ്ടോളം ഈ പാർട്ടിയുടെ സജീവ നേതാവായിരുന്ന, പിന്നീട് DCCയുടെ ട്രഷറായിരുന്ന ശ്രീ വിജയനും മകനും ആത്മഹത്യ ചെയ്തു. വിജയൻ ചേട്ടനെ സംബന്ധിച്ച് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മരണം ഈ പാർട്ടിക്ക് വലിയൊരു ദുരന്തമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ആരുടേതായാലും ഇത്തരത്തിലുള്ള മരണങ്ങളെ സംബന്ധിച്ച് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ആരോപണമുണ്ടായാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു രേഖ പുറത്തു വന്നാൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ഞങ്ങളാരും തടസ്സമല്ല. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് മാത്രമല്ല, അതിൽ ആരോപണ വിധേയനായ MLA IC ബാലകൃഷ്ണൻ, അദ്ദേഹം മുൻ DCC പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഈ ആരോപണം, അതായത് 24-ാം തീയതി അദ്ദേഹം വിഷം കഴിക്കുന്നു, പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നു. വിഷം കഴിച്ച് വിവാദമുണ്ടായപ്പോൾ തന്നെ IC ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ നേരിട്ട് കത്തെഴുതി SP-ക്ക് കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഇതിലുണ്ടായിട്ടുള്ള സംഭവഗതികളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന് IC ബാലകൃഷ്ണൻ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ ഇവിടുത്തെ പോലീസിനോട് ആവശ്യപ്പെടുന്നത്. അതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് പോലീസ് 2 തരത്തിലുള്ള കേസെടുത്തിട്ടുണ്ട്. ഒന്ന് അസ്വാഭാവിക മരണത്തിനുള്ളൊരു കേസെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ പോലും കത്ത് വ്യാജം എന്ന നിലപാട് സ്വീകരിച്ചില്ലേ നിങ്ങളുടെ നേതാക്കൾ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എൻ്റെ ചോദ്യം അതല്ല. ഇന്ന് പരിഹരിച്ചില്ലേ? ഇന്ന് പരിഹരിച്ചത് എങ്ങനെയാണ്? ഇന്ന് സ്വാഭാവികമായും ഈ പറയുന്ന കൊടിയ സാമ്പത്തിക ബാധ്യത പാർട്ടി ഉണ്ടാക്കിയ ആ പാവം വിജയൻ ആ കെണിയിൽ പോയി പെട്ട ബാധ്യത പാർട്ടി ഏറ്റെടുക്കാം എന്നുള്ളതാകുമല്ലോ ഉറപ്പായും ഒത്തുതീർപ്പ് ഫോർമുല. അത് നേരത്തെ ചെയ്യാവുന്നതായിരുന്നില്ലേ? അത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു വയോധികനായ ഒരു മുതിർന്ന നേതാവിനെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ജീവൻ കാക്കാമായിരുന്നില്ലേ? ആ അർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കലായിരുന്നില്ലേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? താങ്കളുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി. ആ ബാങ്കിലെ വിവാദവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതി വന്നിരുന്നു. ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. 2 പേരെ നടപടിയെടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു സണ്ണിയും ഒന്ന് ഒരു ഗോപിനാഥനും. ഈ 2 പേർക്കെതിരെ നടപടിയെടുത്തു. അവരെ സ്വാഭാവികമായും ബാങ്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. അവർ ഒഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തുടർന്ന് സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ തന്നെ ആ ബാങ്കിൻ്റെ ഭരണസമിതി പിരിച്ചുവിട്ടു. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ആ ബാങ്കിൽ ഉണ്ടായിരുന്നു. ആ ഭരണസമിതി പിരിച്ചുവിട്ടു. ആ ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്ന 2 പേർക്കെതിരെയാണ് ഞങ്ങൾ നടപടിയെടുത്തത്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ 2 പേർ, ശ്രീ ഗോപിനാഥും ശ്രീ സണ്ണിയും. ആ ഭരണസമിതി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ സർക്കാരിന് പിന്നെ ചെയ്യാൻ കഴിയുന്ന അവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്വാഭാവികമായും സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPM-നെ സംബന്ധിച്ച് അവരുടെ അനുയായികളായ ആരെയെങ്കിലുമാണ് അത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്ററായി കൊണ്ടുവരേണ്ടത്. ഇവിടെ കൃത്യമായി സണ്ണിയെ തന്നെ, ഞങ്ങൾ ഇത്തരത്തിൽ അഴിമതി കാണിച്ചു എന്ന് ബോധ്യപ്പെട്ട സണ്ണിയെ തന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയോഗിച്ചു. മാത്രമല്ല, താങ്കൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ വിജയൻ ചേട്ടൻ്റെ മകൻ, ഇപ്പോൾ ഒപ്പം മരണപ്പെട്ട മകൻ, ആ മകനെ സംബന്ധിച്ച് അദ്ദേഹം ആ ബാങ്കിലേക്കുള്ള നിയമനത്തിന് റാങ്ക് ലിസ്റ്റിൽ 2ാമത്തെ പേരുകാരനായിരുന്നു. 1ാമത്തെ പേരുകാരനെ ആ ബാങ്കിൽ നിയമിച്ചിട്ടുണ്ട്. 2ാമത്തെ പേരുകാരന് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷം കൂടി അവശേഷിക്കെ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, ശ്രീ സണ്ണി ചെയർമാനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതോടുകൂടി താൽക്കാലിക നിയമനത്തിലുണ്ടായിരുന്ന വിജയൻ ചേട്ടൻ്റെ മകൻ ജ്യോതികുമാർ ചാമക്കാല, നമുക്ക് CPM-ന് തലയ്ക്ക് ആ കുറ്റവും വെക്കുന്നത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? അല്ല ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ പ്രശ്നം ഈ പറഞ്ഞ NM വിജയൻ പണം വാങ്ങിയത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന കാര്യം തർക്കമുണ്ടോ? പാർട്ടിയെ വിശ്വസിച്ചാണ് എന്ന കാര്യം തർക്കമുണ്ടോ?
നിയമനം കൊടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതെല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണല്ലോ. അത് ഇപ്പോൾ ആത്മഹത്യക്ക് ശേഷം 10 ദിവസം കാത്തിരുന്ന് കൊടുക്കുന്ന കത്തിൽ കൂടി മാത്രമല്ലല്ലോ പാർട്ടിക്ക് ബോധ്യപ്പെട്ടത്. നേരത്തെ ബോധ്യമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ഉപസമിതി പോയിരുന്ന അദ്ദേഹത്തിന്റെ മരണശേഷം പോയി ചർച്ച ചെയ്ത് പരിഹരിച്ചതുപോലെ മരണത്തിന് മുൻപ് ഈ കാര്യങ്ങൾ കേട്ടിരുന്നെങ്കിൽ, അദ്ദേഹം കരഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഒരു വയോധികന്റെ ജീവനും അദ്ദേഹത്തിന്റെ മകന്റെ ജീവനും രക്ഷിക്കാമായിരുന്നില്ലേ ചാമക്കാല? അതിനുള്ള പാപപരിഹാരം എന്താണ്? താങ്കൾ കോടതിയാകാതിരിക്കൂ. ഞാൻ കൃത്യമായും പറയുന്ന മറുപടി കേൾക്കൂ. താങ്കൾ കൃത്യമായി കേൾക്കൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഓൺ ബൈ ഓൺ ആയിട്ട്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ കത്തിൽ പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആരാ പിരിച്ചുവിട്ടത്? അപ്പോൾ പോയിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, താങ്കൾ അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ നിയമനം അവിടെ ഇനി വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനെ പിരിച്ചുവിട്ടു. ഒരു വർഷം കൂടി ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടായിരിക്കെ തന്നെ പിരിച്ചുവിട്ടു. ആ റാങ്ക് ലിസ്റ്റ് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അത് പിരിച്ചുവിട്ടു. തൊട്ടടുത്ത ആഴ്ച വീണ്ടും അതേ വേക്കൻസിയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ പുതിയ ആളുകളെ നിയമിക്കുന്നു. അപ്പോൾ വിജയൻ ചേട്ടൻ്റെ മകൻ പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത് CPMൻ്റെ നിയന്ത്രണത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യം ഞാൻ സ്ഥാപിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. 2 പേരെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല 2 പേരെ പുറത്താക്കി എന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമോ? താങ്കൾ ആ കത്ത് വായിച്ച ആളല്ലേ? അതിൽ പറയുന്നു, ബാങ്ക് നിയമനത്തിന് IC ബാലകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടതനുസരിച്ച് 7 ലക്ഷം രൂപ വാങ്ങി. നെന്മേനി പഞ്ചായത്ത് മുന്നംഗം UK പ്രമൻ മുഖേനയാണ് തുക വാങ്ങിയത്. 2 ലക്ഷം രൂപ തിരികെ നൽകി ബാക്കി തുക നൽകാമെന്ന് IC ബാലകൃഷ്ണൻ MLA പറയുന്നതല്ല നൽകുന്നില്ല. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ് എന്നിവർ ബത്തേരി സഹകരണ അർബൻ ബാങ്ക് നിയമനം വാഗ്ദാനം 10 ലക്ഷം രൂപ വാങ്ങി. അതിന് NM വിജയന്റെ പേരിലുള്ള 8 സെന്റ് ഭൂമിയുടെ പണയാധാരവും ചെക്കും നൽകി. ND അപ്പച്ചന്റെ വീടിനടുത്ത് ചാക്കോയ്ക്ക് ഇത് നൽകി. ചാക്കോ കോടതിയെ സമീപിച്ചു. ആ ഭൂമി വിൽക്കാൻ കഴിയാതെ വന്നു. ഈ പണമെല്ലാം കൂടെ കിടന്ന് പെരുകി ഈ കൊലക്കേരെടുക്കേണ്ടി വന്നു ഈ പറഞ്ഞ പാവം വിജയേട്ടന്. ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ 2 പേരെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക ബാധയ്ക്ക് പരിഹാരം ഉണ്ടാവുമോ? ഞാൻ അതിലേക്കല്ല വരുന്ന ഹാഷ്മി. താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലല്ല. താങ്കൾ അവിടെ നിർത്ത്. താങ്കളുടെ ആ വാചകത്തെക്കുറിച്ച് ഞാൻ പറയാം. അല്ല, ഇപ്പൊ എന്താ എന്നോട് അതിനിടയ്ക്ക് സംസാരിക്കുന്നവരാണ്? സജീഷ് ഒന്ന് കേട്ടോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ഹാഷ്മിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. സജീഷ് കേട്ടോളൂ. കട്ടപ്പനയിൽ സാബു എന്ന് പറയുന്ന ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ പേരിലാണെന്ന് അറിയാമോ? അവിടുത്തെ CPMന്റെ നേതാവ് പിന്നെ സജി ഉൾപ്പെടെയുള്ളവർ ഭീഷണിപ്പെടുത്തിയതിന്റെ വോയിസ് റെക്കോർഡ് പുറത്തുണ്ട്. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ സജീഷെ? എന്നെ കൊണ്ട് അതൊന്നും പറയിക്കണ്ട. ഇപ്പൊ അത് പറയേണ്ട സമയമല്ലാത്തതുകൊണ്ടാ. അതിനെശേഷം സംബന്ധിച്ച് അന്വേഷണം എന്തായി? എവിടെ എത്തി? അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ അവിടുത്തെ ജീവനക്കാർക്കെതിരെയും ഈ സജിക്കെതിരെയും നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് സജിക്കെതിരെ ഒരു കേസെടുത്തിട്ടുണ്ടോ സജീഷെ? വന്ന് നിന്ന് ന്യായം വിടരുതേ. എന്നെ കൊണ്ട് മറ്റൊന്നും പറയിക്കരുത്. ഞാൻ ഈ വൈകാരികമായ വിഷയത്തിൽ നിൽക്കുന്നുണ്ട് അതൊന്നും പറയാത്തത്. എന്നെ കൊണ്ട് അതൊന്നും പറയണ്ട. മാത്രമല്ല, MM മണി ആ ആത്മഹത്യ ചെയ്ത ആളിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മനോനിലയെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? ഇതിനേക്കാൾ അപമാനവും ആക്ഷേപവും വരെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് വന്ന് ഞങ്ങളെ ഇത് പഠിപ്പിക്കാൻ വന്നിരിക്കുക. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ശ്രീ വിജയൻ ചേട്ടൻ മരണപ്പെട്ടതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങളത് പരിഹരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന്റെ പേരിൽ CPMന്റെ നേതാവ് ഇത്തരത്തിലെ ചാരിത്ര പ്രസംഗമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരരുത്. ഒരുപാട് പറയാനുണ്ട്, അത് പറയരുത്. ഞാൻ ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. ഞങ്ങളിതൊന്നും പറയേണ്ടത് കരുതുന്നതാണ്. ഒരിക്കലും ആകില്ല. അങ്ങനെ സംഭവിക്കാനേ പാടില്ല. വിജയന്റെ കടബാധ്യതയാണ്. അത് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കടബാധ്യതയാണ്. അത് നികത്താൻ ബാധ്യതപ്പെട്ടവർ പാർട്ടിയാണ്. അത് കേട്ടില്ല പാർട്ടി. ഞാൻ അതിലേക്കാണ് ഹാഷ്മി വരുന്നത്. ഇവിടെ അദ്ദേഹത്തിന് കടബാധ്യതയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും പറയുന്നത് എന്താണ്? അവർക്ക് പോലും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും കടബാധ്യത ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇതിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മുന്നിലേക്ക് നേരത്തെ പരാതി വന്നിരുന്നു. പാർട്ടി അതിന്മേൽ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിനെ സംബന്ധിച്ച് പിന്നെ ആരും അപ്പീൽ പറഞ്ഞിട്ടില്ല. ആ തീരുമാനം ജില്ലാ തലത്തിൽ തീരുമാനിച്ച് പിന്നെ നടപടിയെടുത്ത് പുറത്താക്കി അവരെ സ്വീകരിച്ചവരാണ് ഈ പറയുന്നത്. ഏതായാലും പോട്ടെ. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബാധ്യത നിലനിന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ദാരുണമായ ആ ഒരു മരണത്തിന് അദ്ദേഹം സ്വയം കീഴടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ തീർക്കണമെന്ന് ഞങ്ങളോട് അദ്ദേഹം രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു. ഞങ്ങളുടെ അന്വേഷണ സംഘം പിന്നെ അവിടെ ഇന്നലെ ആ കുടുംബത്തിലെ അംഗങ്ങൾ പലതും പറഞ്ഞു. അവർ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മരുമകളും ഒക്കെ പറഞ്ഞു.
പക്ഷേ പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ അപകടമുണ്ടായ അഥവാ അദ്ദേഹം വിഷം ഉള്ളിൽ ചെന്ന ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെയും മകനോടുമൊപ്പം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും IC ബാലകൃഷ്ണൻ MLA യും അതുപോലെ AP അനിൽകുമാർ MLA യും ഉൾപ്പെടെ T സിദ്ദീഖ് MLA ഉൾപ്പെടെ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ശ്രീ KS മുരളീധരൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ അന്വേഷണ കമ്മീഷൻ അവരുടെ മുമ്പിൽ പോയിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, താങ്കളുടെ ആ ഇൻട്രോയിലെ വൈരുദ്ധ്യത്തെക്കുറിച്ച് 10 ദിവസത്തിനുള്ളിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം, പാർട്ടി ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസം താമസിച്ചിട്ടുണ്ട്, ശരിയാണ്, അത് ഞങ്ങളുടെ വീഴ്ച തന്നെയാണ്. ആ താമസത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ നേതാക്കന്മാർ നേരിട്ട് പോയി സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ പാർട്ടിയും അവരുമായി സംസാരം നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായി പോയിട്ടുള്ളവർ KPCക്ക് റിപ്പോർട്ട് കൊടുക്കുകയും റിപ്പോർട്ട് അത് പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും. ചെയർമാൻ കൂടിയായിരുന്ന മുൻ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശരി, ഞാൻ താമസിച്ചാൽ ഞാൻ ഗണേഷിലേക്ക് പത്രോസിലേക്ക് എത്തുമ്പോൾ മറ്റൊരു വാർത്ത പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാം. നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വയനാടിന്റെ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ തുടരുന്ന ബോബി ചെമ്മണ്ണൂരിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. അശ്വിൻ പാലാഴി വിവരങ്ങളും ചേരുന്നു. അശ്വിൻ, ഇന്ന് സ്റ്റേഷനിൽ തന്നെ തുടരുമോ ബോബി ചെമ്മണ്ണൂർ, അതോ ജയിലിലേക്ക് പോകുന്ന പശ്ചാത്തലം ഇന്നുണ്ടോ അശ്വിൻ? ഹാഷ്മി, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി സ്റ്റേഷനിൽ നിറക്കും. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂർ കൂടി അത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, അവിടെ വൈദ്യപരിശോധന ഉണ്ടാകും. പിന്നീട് ഇന്ന് സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതിനുശേഷം നാളെ രാവിലെ 11 മണിയോടുകൂടി ഓപ്പൺ കോർട്ടിലായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുക. നിലവിൽ ചേർത്ത വകുപ്പുകൾക്ക് പുറമെ ഏതെങ്കിലുമൊക്കെ ചേർക്കണോ എന്നുള്ള കാര്യത്തിലടക്കം തീരുമാനമെടുക്കുക. ഇന്നത്തെ നടിയുടെ രഹസ്യമൊഴി കൂടി പരിഗണിച്ചായിരിക്കും. അതിൽ ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകളടക്കം ചേർക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള പരിശോധനയൊക്കെ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ടാകും. എന്തായാലും ഇപ്പോൾ സ്റ്റേഷനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, എന്തായാലും ഇപ്പോഴും അവിടെ വിശദമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. കൂടുതൽ വകുപ്പുകൾ അതിലുണ്ടാകുമോ എന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അറിയാം. കെ ഗണേഷ്, ഇപ്പോൾ CPM അവിടെ ബത്തേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. IC ബാലകൃഷ്ണൻ നടപടി ആവശ്യപ്പെടുന്ന ആ നൈറ്റ് മാർച്ച് CPM ആ വിഷയം ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പ്രാദേശികമായിട്ടാണോ എന്നൊരു സംശയമുണ്ട്. കാര്യം വയനാട് CPM വയനാട് DYFI ആണ് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അവിടെ നടത്തുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. സംസാരിക്കുന്ന ഊന്നൽ എന്താണ്? ഊന്നൽ ഈ പറയുന്ന NM വിജയൻ്റെ മരണമല്ല. ഊന്നൽ മാധ്യമങ്ങൾ ചർച്ചക്കെടുത്തില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പൊങ്കാലയിടാനാണ് അദ്ദേഹം ആ വിഷയം ഉപയോഗിക്കുന്നത്. നിങ്ങൾ BJP കാര്യമായ എന്തെങ്കിലും സമരം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആലോചിക്കുന്നുണ്ടോ? ഇല്ല. മൊത്തത്തിലൊരു തണുപ്പെന്താണ് ബാക്കി പാർട്ടികൾക്ക്? ശ്രീ കെ ഗണേഷ്. ഇല്ല, ഈ കാര്യത്തിൽ യാതൊരുവിധ തണുപ്പുമില്ല. കാരണം ഒരു കുടുംബം, ഒരു ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചതിയിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു കുടുംബം, അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അവർക്ക് ഉണ്ടായ സാമ്പത്തിക ബാധ്യത, ആ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ അഷ്മി, ഈ കടബാധ്യത എങ്ങനെയാണ് ഉണ്ടായത്? ഈ കടബാധ്യത ഉണ്ടായതിനെ കുറിച്ചിട്ട് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഈ DCC ട്രഷററായിട്ടുള്ള NM വിജയൻ ഈ കാര്യങ്ങൾ എല്ലാം അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഈ കടബാധ്യത ഉണ്ടാക്കിയ ആളുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങൾ വരെ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതില്ലേ? ഈ അന്വേഷണം നടന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ആര് കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്തത് എന്ന് ആ ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടായിട്ട് പോലും അവരെ ഒന്ന് എന്താ പറയുക വിളിപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അന്വേഷണം നടത്തുന്നതിന് ഒരു ശ്രമം പോലും ഈ ഇവിടുത്തെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നതാണ്. അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ മുൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു കോടതി, എന്ന് മുതലാണ് കോൺഗ്രസ്സുകാർ ഈ പാർട്ടി കോടതി ആരംഭിച്ചത്? അവർക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടി കോടതികൾ ഉണ്ടോ? അങ്ങനെ പാർട്ടി കോടതികളിൽ തീരുമാനം എടുത്താൽ മാത്രം മതിയോ? അങ്ങനെ ഒരു പാർട്ടി കോടതിയിൽ തീരുമാനം എടുത്താൽ ഈ കുടുംബത്തിന് നീതി ലഭിക്കുമോ? കാരണം നീതി ലഭിക്കണമെങ്കിൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ പ്രാദേശികമായിട്ടുള്ള സമരങ്ങൾ CPM ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നടക്കട്ടെ, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷേ ഇവിടെ സർക്കാർ അവരുടെ കയ്യിലുള്ള ഒരു സർക്കാർ, അവരുടെ കൈകളിലുള്ള അവരുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു പോലീസ്
അവിടെ ഇത്ര കാരണമായി ഇത്ര ദിവസമായിട്ട് അവർ അന്വേഷണം ആ പേരുള്ള ആളുകളെ ഒന്ന് വിളിപ്പിക്കുവാൻ പോലും ചെയ്യുന്നില്ല എന്നതാണ്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഈ വിഷയം ഉണ്ടായ സമയത്ത് മുതൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ വിഷയത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒത്തുചേർന്ന് കളിക്കുകയാണ്. വയനാട്ടിൽ വന്ന പുതിയ CPM നേതൃത്വവുമായിട്ട് IC ബാലകൃഷ്ണനുള്ള ബന്ധമാണ് IC ബാലകൃഷ്ണൻ ഇത്തരത്തിലുള്ള IC ബാലകൃഷ്ണനിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള അവർക്ക് എന്താ പറയുക എല്ലാ സംവിധാനങ്ങളും അവർക്ക് കവചവും ഒരുക്കി കൊടുക്കുന്നത് CPM ഭരിക്കുന്ന പോലീസും CPM വയനാട്ടിൽ വന്ന പുതിയ നേതൃത്വമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ടാണ് IC ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അപ്പച്ചനെ പോലെയുള്ള ആളുകൾക്ക് അവിടെ നിരന്തരം അവർ സ്വൈര്യവിഹാരം നടത്താൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അത്രയേറെ ക്രിമിനൽ കുറ്റങ്ങൾ, സാമ്പത്തിക കുറ്റങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ, സാമ്പത്തിക തട്ടിപ്പ്, അവിടുത്തെ ഒരു ഭരണസമിതിയെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് പണം എങ്ങനെയാണ് ചെലവാക്കിയത്, അതിന് എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത് എന്നതാണ്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഉള്ള ഒരു കേസാണ്. അതിലാണ് യാതൊരുവിധ അന്വേഷണവും നടത്താതെ ഇപ്പോൾ നൈറ്റ് മാർച്ച് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ADM നവീൻ ബാബുവിൻ്റെ മരണം ഉണ്ടായ സമയത്ത് എങ്ങനെയാണോ ഇവിടെ PP ദിവ്യയെ CPM സംരക്ഷിക്കുന്നത് അതേ സംരക്ഷണം തന്നെയാണ് ഇവിടെ IC ബാലകൃഷ്ണനും അപ്പച്ചനും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ കേസിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ചാമക്കാല പറഞ്ഞല്ലോ ഇവിടെ IC ബാലകൃഷ്ണൻ കത്ത് കൊടുത്തു. IC ബാലകൃഷ്ണന് വിശ്വാസമുണ്ട് ഇവിടുത്തെ പോലീസിനെ വിശ്വാസമുള്ളത് കൊണ്ടാണ് കത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു KPCC പ്രസിഡന്റ് തന്നെ വളരെ പരസ്യമായിട്ട് KPCC പ്രസിഡന്റ് തന്നെ പറയുന്നു എന്താ ഇത് പെട്ടെന്ന് ഒത്തുതീർപ്പാക്കിക്കൊള്ളണം, ഒത്തുതീർപ്പാക്കിയിട്ടില്ലെങ്കിൽ വലിയ എല്ലാവരും കുടുങ്ങും. കാരണം KPCC പ്രസിഡന്റിന് അറിയാം ഈ കേസിൽ കുടുങ്ങാനുള്ള എല്ലാ കാര്യവും ഉണ്ട് എന്ന് KPCC പ്രസിഡന്റിന് പോലും അറിയാം. പക്ഷേ അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിനും അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർ തമ്മിലുള്ള ഒത്തുകളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒത്തുകളിയാണ് ഈ എന്താ പറയുക നീതി ലഭിക്കേണ്ട ഒരു കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടുന്നത്. അല്ലാതെ ഇവിടെ മുൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഞാൻ സജീഷിനെ മറുപടിക്കെത്താം. അതിന് പത്രോസ് താങ്കൾ നൽകിയ പരാതിയിൽ FIR ഉണ്ട്. അതിൽ പറയുന്ന 4 പ്രതികളുടെ പേര് പ്രേമൻ UK, സക്കറിയ, ചന്ദ്രൻ C, പിന്നെ ഈ വിജയൻ NM. 2014 താങ്കളുടെ പക്കൽ നിന്നും അർബൻ ബാങ്കിൽ പ്യൂൺ ജോലി വാഗ്ദാനം ചെയ്ത് 1 മുതൽ 4 വരെയുള്ള പ്രതികൾ പരാതിക്കാരന് 22 ലക്ഷം രൂപ വാങ്ങുകയും 3 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും പിന്നീട് വാഗ്ദാനം ചെയ്ത ജോലിയോ ബാക്കി 19 ലക്ഷം രൂപയോ തിരിച്ചു കൊടുക്കാതെ ചതി ചെയ്തു എന്നാണ് FIR പറയുന്നത്. ശ്രീ പത്രോസ്, താങ്കളിൽ നിന്ന് പണം വാങ്ങിയത് ആരാണ്? UK പ്രേമനാണ് പൈസ വാങ്ങുന്നത്. പണം വാങ്ങുമ്പോൾ പറഞ്ഞ എന്താണ്? പ്രേമനാണ് പൈസ വാങ്ങുന്നത്. UK പ്രേമൻ പണം വാങ്ങുമ്പോൾ പറഞ്ഞ എന്താണ്? പണം വാങ്ങുമ്പോൾ അർബൻ ബാങ്കിൽ 3 മാസത്തിനുള്ളിൽ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് ആദ്യം 2014 കാലഘട്ടത്തിൽ പൈസ വാങ്ങുന്നത്. എന്തുകൊണ്ടാണ് ശ്രീ പത്രോസ് ഇതിനകത്ത് വിജയൻ NMന്റെ പേര് പ്രതിപ്പട്ടികയിൽ 4-മതായി വരുന്നത്? അത് സാർ ഞങ്ങൾ 2018 കാലഘട്ടം ആയപ്പോഴത്തേക്കും ജോലി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി. പ്രേമൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രേമനാണ് വിജയൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പ്രേമൻ വിജയൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി അവർ രണ്ടുപേരും 9 ലക്ഷം രൂപ വീതം പറ്റിയിട്ടുണ്ടെന്നും അത് അവർ സമ്മതിക്കുകയും അവരെനിക്ക് എഗ്രിമെൻ്റ് തരുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് നേതാക്കളുടെ പേര് ആ സമയത്ത് ഇവർ പറയുന്നുണ്ടായിരുന്നോ ശ്രീ പത്രോസ്? മറ്റു നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതായത് മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രേട്ടൻ, അത് പ്രേമൻ, പിന്നെ ഈ നമ്മളെ താളൂരുള്ളൊരു പൊതുപ്രവർത്തകനുണ്ട് ജോയി എന്ന് പറയും. ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ടാണ് പോകുന്നത്. ബത്തേരി പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം തീർക്കുന്നത്. അന്ന് പാർട്ടി ഓഫീസിലുണ്ടായിരുന്ന ആരാണ്? ഞങ്ങൾ ഈ 4 പേര് തന്നെ ഉണ്ടാകുന്നത്. ഞാനും ജോയി, ചന്ദ്രേട്ടൻ, പ്രേമൻ, സക്കറിയ, വിജയേട്ടൻ, അത് തന്നെ അത്രയും പേര് തന്നെ ഉള്ളു. അതൊരു ഒത്തുതീർപ്പ് ചർച്ചയായിരുന്നു. ഒത്തുതീർപ്പ് ചർച്ചയുടെ ഒരു ഫോർമുല എന്തായിരുന്നു ശ്രീ പത്രോസ്? ആ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇവർ രണ്ടുപേരും പ്രേമ മുഖാന്തരം ഇവർ രണ്ടുപേരും എനിക്ക് എഗ്രിമെൻ്റ് തരുന്നത്. വിജയേട്ടനും സക്കറിയും രണ്ടുപേരും എഗ്രിമെൻറ്റും ചെക്കും അങ്ങനെയാണ് എനിക്ക് തരുന്നത്. ശ്രീ പത്രോസ്, ഈ ഒത്തുതീർപ്പ് ചർച്ച ഏത് വർഷമാണ്? 2022. 2014 താങ്കളുടെ പക്കൽ നിന്ന് പണം വാങ്ങുന്നു. 2022 ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടാകുന്നു. പിന്നീട്
2024 വിജയേട്ടന്റെ മരണത്തിന് ശേഷം പരാതി കൊടുക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് ശ്രീ പത്രോസ്? അതിൻ്റെ ഇടയ്ക്ക് വിജയേട്ടൻ എനിക്കൊരു 3 ലക്ഷം രൂപ തന്നു. വിജയേട്ടൻ 3 ലക്ഷം രൂപ വന്നപ്പോൾ വിജയേട്ടൻ പറഞ്ഞു ഞാൻ സ്ഥലം വിറ്റിട്ടുണ്ട് 10 എന്നാണ് വിളിക്കുന്നത് പത്രോസ്, ഈ ജനുവരി 13-ാം തീയതി ബാക്കി നിനക്ക് പൈസ തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിയുന്നത്. ഈ വിജയന് NM വിജയൻ ഇത്രത്തോളം പുതിയ സാമ്പത്തികമായി എന്ന് പറഞ്ഞാൽ ജീവനൊടുക്കൽ മാത്രമല്ല ഇളയ മകന് വിഷം കൊടുത്തു കൊല്ലുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വേദനയുടെ ആഴത്തിൽ നിന്ന് ചെയ്തൊരു പ്രവൃത്തിയാകും അത്. അപ്പോൾ ഇളയ മകൻ വിഷം കൊടുത്ത് കൊന്ന് ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള ഗുരുതര സാമ്പത്തിക പരാധീനത വിജയേട്ടനുണ്ട് എന്ന് താങ്കൾക്കപ്പോൾ അറിയാമായിരുന്നോ ശ്രീ പത്രോസ്? എൻ്റെ പൊന്ന് സാറേ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. വിജയേട്ടൻ എൻ്റെ ദൈവത്തെ പോലെ അത്രയും പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. ഞാൻ തന്നെ സാറേ എന്ന് വിളിച്ച് അടുത്തിരുന്ന് ആ മനുഷ്യൻ്റെ വർത്താനം കേട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 കൊല്ലം തന്നെ ഒന്നും മിണ്ടാതെ തന്നെ പോയത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഈ KK ഗോപിനാഥിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. താമസിക്കുന്നത് ഇങ്ങനെ ഈ KK ഗോപിനാഥിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. KK ഗോപിനാഥിന്റെ ഇതിലെ ഇടപെടലിനെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? അറിയില്ല സാർ. ഓക്കെ ഞാൻ എത്താൻ പത്രോസ്. SK സജീഷ്, ഇവിടെ K ഗണേഷ് ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ സാധാരണക്കാരൻ്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ വന്നാൽ അയാളെ ഒന്ന് വിളിച്ച് മൊഴിയെടുക്കാതിരിക്കുമോ പോലീസ്? ഇവിടുത്തെ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുമ്പോൾ മാത്രമല്ല അറിയുന്നത്, അതിപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് പലർക്കും അറിയാമായിരുന്നു പറയപ്പെടുന്നുണ്ട്. ഉറപ്പായും പോലീസിന് ആ വിവരം ഉണ്ടാവണം. അത് പോലീസ് എന്തായാലും അത് കണ്ടെത്താൻ പോലീസായിട്ട് ശ്രമിക്കുന്നില്ല. പോട്ടെ, അത് പുറത്തു വന്ന് മണിക്കൂർ ഇത്രയായിട്ടും ഈ ഇപ്പോൾ ആ വകുപ്പ് ആത്മഹത്യാ പ്രേരണ എന്ന ഓൾട്ടറേഷൻ ഉണ്ടാക്കുക എന്ന തികച്ചും സാങ്കേതിക നടപടിയല്ലാതെ ഏതെങ്കിലും മൊഴിയെടുക്കൽ ഈ മണിക്കൂറിൽ ഈ സെക്കൻഡ് ഉണ്ടായിട്ടില്ല. SK സജീഷ്, ഒത്തുതീർപ്പെന്നാണ്, ഒത്തുകളി എന്നാണ് K ഗണേഷിന്റെ ആരോപണം. അശ്വിനി, ഒരു കാര്യം, ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് നേരത്തെ ശ്രീ ജ്യോതികുമാർ പറഞ്ഞ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. സതീശൻ്റെ ക്ലാരിറ്റി പോലെയല്ല. അദ്ദേഹം ശ്രീ NM വിജയൻ്റെ മകൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CPIMൻ്റെയും ഗവൺമെൻറ്റെയും ഒക്കെ തലയിൽ വെക്കാനുള്ള ഒരു വ്യഥാശ്രമം നടത്തി. എന്നാൽ ആ ആത്മഹത്യാക്കുറിപ്പിനകത്ത് വ്യക്തമായി ശ്രീ വിജയൻ എഴുതി വെച്ച വാചകം വായിക്കണം. അത് പ്രേക്ഷകർ അറിയേണ്ടതാണ്. ഇളയ മകന് ചെറിയ മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ 7 വർഷം മുമ്പ് ബാങ്ക് പ്രസിഡന്റായിരുന്ന KP തോമസ് മാസ്റ്റർ മുൻ DCC പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ ബ്രാക്കറ്റിൽ ദിവസം 200 രൂപ ജോലി കൊടുത്തത്. അതിനുശേഷം 3 വർഷം മുമ്പ് നിയമന വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ ബാങ്കിലുള്ള PTS പോസ്റ്റിൽ 1ാം റാങ്കിൽ എൻ്റെ മകനെ എടുത്തു. എന്നാൽ ഞാൻ കരുതിയത് എനിക്ക് എടുക്കുമെന്നാണ് എടുത്തു എന്ന് ഞാൻ കരുതിയിരുന്നു. എനിക്ക് വാക്ക് നൽകിയിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചു. അന്നത്തെ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ മറ്റൊരാളെ നിയമിക്കുന്നതിന് ഞാൻ പോലും അറിയാതെ ബ്രാക്കറ്റിൽ ഞാൻ അന്ന് DCC ട്രഷറാണ് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ മകനെ നിയമിക്കാതെ IC ബാലകൃഷ്ണൻ്റെ താല്പര്യത്തിനനുസരിച്ച് എൻ്റെ മകനെ ബത്തേരി അർബൻ ബാങ്കിൻ്റെ ചരിത്രത്തിലാദ്യമായി 7 വർഷം ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്ത ആളെ പിരിച്ചുവിടുന്നത്. അത് 40 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എനിക്ക് ഈ ആഘാതം താങ്ങാൻ പറ്റാത്തതായിരുന്നു. മകന് പകരമായി നിയമിച്ച ആളിൽ നിന്ന് ബാങ്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി PTSന് വേണ്ടി കൈക്കൂലി വാങ്ങി എന്നാണ് അറിഞ്ഞത് സർ. ഇത് സുധാകരനോട് പറഞ്ഞതാണ്. ശ്രീ ജ്യോതികുമാർ അറിയില്ലേ? ഇത് CPMൻ്റെ ഗവൺമെൻറ്റൊക്കെ തലയിലാക്കി വെക്കാനോ? ഈ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം തൻ്റെ മകനെ പിരിച്ചുവിട്ടതും തൻ്റെ മകന് ജോലി ചെയ്യാത്തതും ആ ജോലിക്ക് പകരം മറ്റൊരാളെ നിയമിച്ചതിന് കൈക്കൂലി ഉണ്ടെന്നാണ് അറിവ് സർ എന്ന് പറഞ്ഞത് ആരോടാണ്? K സുധാകരനോടാണ്. എന്നിട്ട് ഇവിടെ വന്ന് ചർച്ചയിൽ വന്നിട്ട് എല്ലാം നുണകൾ ഇങ്ങനെ അവതരിപ്പിക്കരുത്. പിന്നെ മക്കൾക്ക് പോലും അറിയില്ല ബാധ്യത എന്നാണ് ജ്യോതികുമാറിൻ്റെ ആരോപണം. മക്കൾക്കറിയില്ല. പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഭാഗമായി മക്കൾക്ക് എഴുതി വച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന തുക കൊടുക്കാനുണ്ട്, 3 തുകകൾ. അത് ചെറിയ തുകയാണ്. ബാക്കിയൊന്നും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ബാക്കിയെല്ലാം ഈ പാർട്ടി ഏത് പാർട്ടി? എൻ്റെ മരണത്തിന് ഉത്തരവാദിയായ പാർട്ടി. അദ്ദേഹം മരണക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എൻ്റെ മരണത്തിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരുമാണ് ആണ്. ആരെല്ലാം? IC ബാലകൃഷ്ണനും ND അപ്പച്ചനും. ഇവിടെ ജ്യോതികുമാർ പറയുകയാണ് എന്ത്? IC ബാലകൃഷ്ണൻ നേരിട്ട് കത്തെഴുതി പോലീസ് സൂപ്രണ്ടിന് എന്താണ് നിരപരാധിയായതുകൊണ്ട്. അങ്ങനെ പല ഗിമ്മിക്കും നിങ്ങൾ നേരത്തെയും കാട്ടിയിട്ടുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ് ഒരു സ്ത്രീയെ കൊന്ന് കോഴിക്കോടിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വെച്ചത്. പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സ്വാഗതം പറയേണ്ടത് അദ്ദേഹമായിരുന്നു.
ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ പ്രമുഖ നേതാക്കന്മാരുമായിരുന്നു. അതിൻ്റെ മുമ്പേ പോലീസ് കോഴിക്കൂട്ടിൻ്റെ അടിയിൽ നിന്ന് ജഡവും നിങ്ങളുടെ സെക്രട്ടറിയെയും പിടിച്ചുകൊണ്ട് ആ കേസ് അങ്ങനെയായി. അതുപോലെ നിങ്ങൾ പല ഗിമ്മിക്കും കാണിക്കും. ഇതിനകത്ത് IC ബാലകൃഷ്ണൻ്റെ കത്തും ഒന്നുമില്ലെങ്കിലും കൃത്യമായി തൻ്റെ നേരെയാണ് വരുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവിടെ ഒരു കത്ത് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആളെ പറ്റിക്കാൻ വേറെ വർത്തമാനം പറയണ്ട. അതുപോലെ തന്നെ ND അപ്പച്ചനും പറഞ്ഞിട്ടില്ലേ? ND അപ്പച്ചൻ എന്താ പറഞ്ഞത്? KPCC അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാനിതൊന്നും അറിയില്ലേ രാമനാരായണ എന്നുള്ള രീതിയിലായിരുന്നു ND അപ്പച്ചൻ്റെ വർത്തമാനം. ND അപ്പച്ചൻ പണം വാങ്ങിയതും കൊടുക്കാതിരുന്നതും തൻ്റെ ആത്മഹത്യക്ക് ND അപ്പച്ചൻ DCC പ്രസിഡന്റ് ഉത്തരവാദിയാണ് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുറിപ്പൊന്നും വരും എന്നറിയുന്നതിന് മുമ്പേ IC ബാലകൃഷ്ണൻ പരാതിയും കൊടുത്തിട്ടുണ്ട്. ND അപ്പച്ചൻ തൻ്റെ തടി നേരെയാക്കി KPCC അന്വേഷിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വഴിയെ അതിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ വരുന്നത്. ഇനി ഹാഷ്മി പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യക്ക് മുമ്പ് ഉന്നത നേതാക്കളെ ഈ പറഞ്ഞ NM വിജയം വിളിച്ചിട്ടുണ്ട്. ആ ഫോൺ കോൾ രേഖകൾ പോലീസ് എടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായ തലത്തിൽ അന്വേഷണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ബാങ്ക് നിയമനത്തിൻ്റെ ബാധ്യത തീർക്കാൻ 2022 ഇവരൊന്നും അറിയില്ല എന്നാണല്ലോ പറഞ്ഞത്. 2022 സ്ഥലം ഈട് നൽകിക്കൊണ്ട്, സ്വന്തം സ്ഥലം ഈട് നൽകിക്കൊണ്ട് പലിശയ്ക്ക് പണം വാങ്ങിയിട്ടുണ്ട് ശ്രീ NM വിജയൻ. അദ്ദേഹം ആ കരാറിൽ, ആ വസ്തു വിൽപ്പന കരാറിൽ സാക്ഷിയായി ഒപ്പിട്ടത് ഒരു DCC വൈസ് പ്രസിഡന്റാണ്. ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ, പാർട്ടിക്ക് വേണ്ടി ചെയ്യുമ്പോൾ DCC പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. ഇതെല്ലാം തെളിവായി ഇപ്പോൾ സംസാരിക്കുന്ന, ജീവിക്കുന്ന തെളിവായി പോലീസിൻ്റെ മുന്നിലുണ്ട്. അതെല്ലാം പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കും. ഇവർ തൽക്കാലം കുറച്ചു കാലം ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു വശത്ത് എന്ത് നുണയും പറയാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ശ്രീ രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം നിൽക്കുമ്പോൾ കൃത്യതയോടുകൂടിയുള്ള അന്വേഷണം നടക്കണം. അതിൻ്റെ വഴിയാണ് ആ അന്വേഷണം നടക്കുക. ഇല്ലെങ്കിൽ എന്തും പറയാവുന്ന ആളുകളല്ലേ ഈ കുടുംബത്തോടൊക്കെ. എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം? എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്? ഈ കുടുംബം തന്നെ ഭീഷണിപ്പെടുത്തി എന്നല്ലേ? മകൻ എന്നെ ഭീഷണിപ്പെടുത്തി, ആ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് പോവില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇന്നിപ്പം ഭീഷണിയാണോ ഉണ്ടായത്? ആ ഭീഷണിയുടെ പ്രതിഭീഷണിയാണോ ശ്രീ തിരുവഞ്ചൂർ വീട്ടിൽ പോയി നടത്തിയത്? ഇതെല്ലാം പറയേണ്ട കാര്യമാണ്. ഈ കത്ത് പോലും ഫേക്കായ ഒരു കത്താണ് എന്ന് പറയാൻ ശ്രീ രമേശ് ചെന്നിത്തല തയ്യാറായി. ഇവിടെ ജ്യോതികുമാറിനോട് ഒറ്റ ചോദ്യം എനിക്ക് നേരിട്ട് ചോദിക്കാനുള്ളത്. KPCC പ്രസിഡന്റായിട്ടുള്ള K സുധാകരൻ പറയുന്നു, എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, തൂങ്ങിയാൽ എല്ലാവരും തൂങ്ങും, അതുകൊണ്ട് ഇത് പരിഹരിച്ചോ എന്ന് ഞാൻ നേരത്തെ IC ബാലകൃഷ്ണനോടും ND അപ്പച്ചനും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പണത്തട്ടിപ്പ്, പണാപഹരണം, നിയമന തട്ടിപ്പ്, ഈ കാര്യങ്ങളെല്ലാം തനിക്കറിയാമായിരുന്നു. ഇതിൽ ഇനി വേറെ അന്വേഷണത്തിൻ്റെ കാര്യമില്ല. ഇതിൽ ഒന്നാം സാക്ഷിയായി നിൽക്കുന്ന ഒരാൾ KPCC പ്രസിഡന്റ് അല്ലേ? അത് നിഷേധിക്കുമോ ജ്യോതികുമാർ ചാമക്കാല? ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ വായിച്ച ആത്മഹത്യാക്കുറിപ്പിലെ ഭാഗങ്ങൾ നിഷേധിക്കുമോ ജ്യോതികുമാർ ചാമക്കാല? നിങ്ങൾ മറ്റു പലതും പറഞ്ഞ് രക്ഷപ്പെട്ട് കളയാം എന്ന് കരുതരുത്. ഇനി നല്ല ക്ലാരിറ്റിയോടുകൂടി ആത്മഹത്യാക്കുറിപ്പ് എഴുതണം. ഇല്ലെങ്കിൽ ഈ VD സതീശൻ അത് സ്വീകരിക്കില്ല. നല്ല ക്ലാരിറ്റിയോടുകൂടി ആത്മഹത്യാക്കുറിപ്പ് എഴുതണം. ശരി, ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതേണ്ട അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ സതീഷ്. പോട്ടെ, ഒരു ആത്മഹത്യാക്കുറിപ്പിന് എഴുതേണ്ട അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ ചാമക്കാൽ മറുപടിക്കാത്ത അതിന് മുമ്പ് ശ്രീ KK ഗോപിനാഥൻ ചെയ്യുന്നു. ശ്രീ KK ഗോപിനാഥൻ, ആത്മഹത്യാക്കുറിപ്പിൽ താങ്കളുടെ പേരുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ താങ്കളുടെ പേരുണ്ട്. ഇന്നിപ്പോൾ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ പ്രതിപ്പട്ടികയിലെ കയറി നിൽക്കേണ്ട ആളാണ് താങ്കൾ എന്ന ഒരു ബോധ്യം, ഒരു ഭയം അലട്ടുന്നുണ്ടോ ശ്രീ KK ഗോപിനാഥൻ? എനിക്കൊരു ഭയമില്ല. ആദ്യം ഒരു കുറിപ്പിന്റെ അകത്ത് എന്റെ പേരില്ല. ആദ്യം ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്ത് ആത്മഹത്യാക്കുറിപ്പ്? എന്താണ് പുറത്തു വന്നത്? NM വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കത്ത്. ആ കത്തിന്റെ അകത്ത് 2-3 ആളുകളുടെ പേരുണ്ട്. അത് പ്രധാനപ്പെട്ടത് കേണിച്ചിറയുള്ള ഒരു രാധാകൃഷ്ണന്റെ വഴിയിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങി അത് കൊടുക്കാനുണ്ടെന്ന ഈ കത്ത് ഈ പറയുന്ന ഈ ഇതിന് മുമ്പ് തന്നെ ആ പൈസ കൊടുത്തു തീർത്തതാ. KK ഗോപിനാഥൻ മാസ്റ്റർ, ND അപ്പച്ചൻ എന്നിവർ പറഞ്ഞു അർബൻ ബാങ്കിൽ ജോലി കിട്ടുന്നതിന് വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് ചെക്കും എന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലത്തിന്റെ പണയാധാരവും നൽകിയിരിക്കുകയാണ് എന്നീ പറയുന്ന ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. K സുധാകരൻ എഴുതി രണ്ടാമത്തെ കത്തിലും താങ്കളുടെ പേര് KK ഗോപിനാഥിന്റെ പേര് പറയുന്നുണ്ട്. ആ കത്തിന്റെ അവസാനം ഏറ്റവും ഒടുവിൽ തീരുന്നത് ഇത് 10 ദിവസം കാത്തുവെക്കണമെന്ന് എന്റെ മകനോട് ഞാൻ പറയുകയാണ്, അതിനുശേഷം ഇത് SP-ക്ക് നൽകണമെന്ന് പറയുകയാണ്, അതിനുള്ള അവസരം ഉണ്ടാക്കല്ലേ സാർ എന്ന് പറഞ്ഞ ആത്മഹത്യാക്കുറിപ്പല്ലേ? പിന്നെന്താ? ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ എനിക്കൊരു സമയം തരണ്ടേ?
പറയൂ. എനിക്കൊരു സമയം തരണ്ടേ? ഇത് ഈ കത്തിന്റെ അകത്ത്, ഈ പറയുന്ന ബസിന്റെ അകത്ത് ഒരു രാധാകൃഷ്ണന്റെ ഇന്ന് 15 ലക്ഷം രൂപ കൊടുക്കാനാന്ന് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ രാധാകൃഷ്ണൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളും വിജയനുമായിട്ട് വല്ല ബന്ധം ഉണ്ടായിരുന്നു 1.5 വർഷം മുമ്പേ പൈസ തന്നെല്ലാം തീർത്ഥാടന രാധാകൃഷ്ണൻ പറയുന്നു. അപ്പൊ എന്താ ഈ കത്ത് 1.5 വർഷം മുമ്പ് എഴുതിയല്ലേ? ആത്മഹത്യാക്കുറിപ്പല്ലല്ലോ. ഇതെങ്ങനെയാണ് അപ്പൊ 10 ദിവസത്തെ കാര്യം പറയുന്നത്? കെ കെ ഗോപിനാഥൻ പിന്നെ കെ കെ ഗോപിനാഥൻ മാസ്റ്റർ, മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവർ ചേർന്ന് ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ 15 ലക്ഷം രൂപ എന്റെ ചെക്ക് മുഖേന വാങ്ങിയത്, കണിച്ചിറ സ്വദേശി രാധാകൃഷ്ണൻ മാസ്റ്റർ വാങ്ങിയത്, ഞാൻ ലോൺ എടുത്ത് തിരികെ കൊടുത്തത്, കെ കെ ഗോപിനാഥൻ മാസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് കൊടുത്തത്. സാർ, ഈ ബാധകളൊന്നും എന്റെ മക്കൾ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ താങ്കളുടെ പേരല്ലേ? അതങ്ങനെ ആത്മഹത്യക്കുറിപ്പ് അല്ലാതാവുക? നിങ്ങൾ അങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കട്ടെ. കാര്യം പറയുന്നത് കേൾക്കുന്നേ. ഇതെന്താ ഇരുട്ടുകൊണ്ട് ഓട്ട അടച്ചിട്ട് കാര്യമുണ്ടോ? കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾ കേക്ക്. കെ ഗോപിനാഥൻ, താങ്കളാണ് ഓട്ട അടയ്ക്കുന്നത്. താങ്കളാണ് ഓട്ട അടയ്ക്കുന്നത്. ഇത് ഈ പറയുന്ന കത്ത് പിന്നെ ആത്മഹത്യാക്കുറിപ്പല്ല. പിന്നെന്താ? 1 വർഷം മുമ്പ് എഴുതിയ കത്താണ്. അത് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്കറിയാം, അത് ക്ലാരിറ്റി എനിക്കറിയാം. താങ്കൾക്ക് എങ്ങനെ അറിയുന്നത്? പിന്നെ എങ്ങനെയാണ് അതിൽ 10 ദിവസത്തെ കാര്യം പറയുന്നത്? എന്റെ മരണശേഷം ഇത് 10 ദിവസം കാത്തുവെക്കണം എന്റെ മകനോട് പറയുകയാണ്, അതിനുശേഷം SP കൊടുക്കണം എന്ന് പറയുന്നത് 2 വർഷം മുമ്പ് എഴുതിയാണോ? നിങ്ങൾക്ക് എന്താ ആരെങ്കിലും കുറ്റം ചാടാൻ നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? അത് നടക്കുന്ന കാര്യമല്ല. ഇത് നിയമമാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് റൂൾ. കെ കെ ഗോപിനാഥൻ, ഈ 10 ദിവസത്തെ കാര്യം പറയൂ. ഈ 10 ദിവസത്തെ കാര്യം ക്ലാരിറ്റി ഉണ്ടാക്കൂ. 10 ദിവസം ഈ കത്ത് വെയിറ്റ് ചെയ്യൂ എന്ന് മകനോട് പറഞ്ഞ് എന്തിനാണ്? അദ്ദേഹത്തിന് പാർട്ടി സ്നേഹം കൊണ്ട് അത് പാർട്ടി പരിഹരിക്കുമെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോട്ടെ എന്ന് മരണത്തിന് അവസാന മണിക്കൂറുകളിൽ ആ മനുഷ്യൻ വിചാരിക്കുകയാണ്. ആത്മഹത്യക്കുറിപ്പല്ലെന്ന് പറഞ്ഞ അനാദരവല്ലേ? നിങ്ങൾ ഈ 24 ചാനൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസുകാരെ പ്രതിപറ്റുക. നിങ്ങൾ വിചാരിച്ചാൽ നടക്കിയല്ലേ? ഈ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുത്താൽ ബലൂൺ പോലെ വീർപ്പിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നിയമപരമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസിൽപ്പെട്ട ആളുകൾ ആരും ഇതിനൊരു കുറ്റവാളിയല്ല. പിന്നെ CPM പെട്ട SK സതീഷാണോ പ്രതിയാവാൻ പോകുന്നേ? ശ്രീ കെ കെ ഗോപിനാഥ്, താങ്കളടക്കം പ്രതിപട്ടികയിലേക്ക് വരാൻ പോവാ. നിങ്ങൾ എന്റെ പേരൊന്നും പ്രതിപട്ടിയെ വരികയല്ല. നിങ്ങളെ മഞ്ഞുപള്ളിയും വേണ്ട. അതെന്തുകൊണ്ടാണ് താങ്കളുടെ പേര്? ഇപ്പൊ കെ കെ ഗോപിനാഥൻ മാസ്റ്റർ പണം വാങ്ങി എന്ന് കൃത്യമായി എഴുതി വെച്ചൊരു ആത്മഹത്യക്കുറിപ്പിൽ താങ്കളുടെ പേര് എന്തുകൊണ്ടാണ് വരില്ല എന്നാണ് ആ കോൺഫിഡൻസ്? ഗോപിനാഥൻ വായിച്ചു നോക്ക്. ഞാൻ ഗോപിനാഥൻ മാഷ അതിന്റെ അകത്ത് പണം വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. NDA പച്ചൻ പൈസ വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. IC ബാലകൃഷ്ണൻ പൈസ വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളത് ഉണ്ടാക്കാൻ വിചാരിച്ചവര് നടക്കുന്ന ആര് പറയുന്നേ? കെ കെ ഗോപിനാഥൻ മാസ്റ്റർ, മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവർ ചേർന്ന് ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ 15 ലക്ഷം രൂപ എന്നാ പറയുന്നേ? ഇൻ ബ്രാക്കറ്റ് എന്റെ ചെക്ക് മുഖേന വാങ്ങിയത്. ബാക്കി ആർക്ക് വാങ്ങുന്നത്? ഓട്ട അടയ്ക്കുവാണോ? താങ്കളാ ഓട്ട അടയ്ക്കുന്നേ? ഞാനല്ല, നിങ്ങളെ ഓട്ട അടിക്കും. ഞാൻ പറയാം, അത് വാങ്ങിയത് കേണിച്ചെറിയുള്ള ആടെന്നാ പറഞ്ഞത്. അയാളുടെ 1.5 വർഷം മുമ്പേ അയാൾക്ക് കിട്ടി പോയിച്ചെന്ന് അയാൾ പറഞ്ഞത്. അയാളോട് ചോദിച്ചു നോക്ക്. ഞാൻ കെ കെ ഗോപിനാഥൻ മാസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് കൊടുത്തത്. കെ കെ ഗോപിനാഥൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് കൊടുത്തത്. പറ്റി കൊടുക്കാൻ പറയത്തില്ല. എന്തിനാ ഞാൻ വല്ലവനും ചെക്ക് കൊടുക്കുന്നത്? എന്റെ പൈസ ഉണ്ടോ ഞാൻ നേരിട്ട് കൊടുത്താൽ മതിയല്ലോ. ചെക്കിന്റെ ആവശ്യമില്ലല്ലോ. സാറേ, മരണത്തിന് ശേഷം ഒരു മനുഷ്യൻ ആത്മഹത്യക്കുറിപ്പ് എഴുതുന്ന കാര്യം കള്ളമാണെന്ന് പറയല്ലേ? നമ്മളെ വെറുതെ മരണത്തിന് ശേഷം ഒന്നും പറയണ്ട. നമ്മളിപ്പോ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത കോൺഗ്രസ് എടുത്ത് അതിന്റെ അകത്ത് അസൂയ കൊണ്ട് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യം. എന്ത് അസൂയ? ഇവിടെ കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് മുൻ ബാങ്ക് പ്രസിഡന്റ് പണം വാങ്ങി വഞ്ചിച്ചു എന്നൊരു പരാതിയുണ്ട്. ആരുടെ പരാതിയാണെന്നറിയോ? അമ്പലവയൽ ആനപ്പാറ സ്വദേശി പുത്തമ്പുര ഷാജി, 64 പരാതിയാണ് കേട്ടോ. ആ പരാതി പറഞ്ഞ ഇങ്ങനെ: 9 വർഷം മുൻപ് ബത്തേരി കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ മകന് സ്ഥിരം ജോലി തരാമെന്ന് പറഞ്ഞ് ബാങ്ക് പ്രസിഡന്റായിരുന്ന കെ കെ ഗോപിനാഥ് ബാങ്കിലേക്ക് വിളിപ്പിക്കുകയും 12 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. താങ്കളുടെ സ്ഥിരം പണിയാണോ ഗോപിനാഥനത്? ഇല്ല, ഞാൻ മറുപടി പറയാം. എന്താ മറുപടി? ഈ ഷാജി എന്താ പറയുന്നത്? ഈ ഷാജി ഏതാണെന്ന് അറിയില്ല. അയാൾ തന്നെ പറഞ്ഞത് ഗോപിനാഥനെ എനിക്ക് അറിയത്തില്ലെന്ന്. ഇതെന്താ പറയുന്നത്? ആ കത്തിലെ ഈ പരാതി എന്നുള്ള കത്തിലെ ഗോപിനാഥനെ എനിക്ക് അറിയത്തില്ല. അയാൾ തന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല, അയാൾ എന്നെ കണ്ടിട്ടില്ല. താങ്കളെ അറിയാത്ത എന്നെ വിജയൻ താങ്കൾക്കെതിരെ ആത്മഹത്യക്കുറിപ്പിൽ പേരെഴുതും. താങ്കളെ അറിയാത്ത വേറൊരു വിജയൻ വേറൊരു ഷാജി താങ്കൾക്കെതിരെ 12 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്ന പരാതി കൊടുക്കും. താങ്കളോട് ഇത്ര ശത്രുത എന്തിനാണ് എല്ലാവർക്കും? ശ്രീ ഗോപിനാഥൻ, എന്റെ പേർക്ക് ഒരു ശത്രുതയില്ല. ഈ ഗോപിനാഥൻ പറയുന്ന ഗോപിനാഥനാണെന്ന് നിങ്ങൾക്കറിയാം. പല ഗോപിനാഥന്മാരുണ്ട്. അത് ഗോയാനാണെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? അല്ല, ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്കിൽ മകന് ജോലി ബാങ്ക് പ്രസിഡന്റായിരുന്ന കെ കെ ഗോപിനാഥ് വേറെ ആരാ ഉണ്ടായിരുന്നേ? ബാങ്ക് പ്രസിഡന്റായിട്ട് വേറെ പല ആളുകളുണ്ട്. വേറെ എത്ര കെ കെ ഗോപിനാഥ് ഉണ്ടായിരുന്നു? വേറെ എത്ര കെ കെ ഗോപിനാഥ് ഉണ്ടായിരുന്നു? പല സ്ഥലത്തുനിന്ന് വായ്പ വാങ്ങി 3 ലക്ഷം രൂപ ബാങ്കിന്റെ ഓഫീസിലെത്തി പ്രസിഡന്റ് കയ്യിൽ കൊടുത്തു. താങ്കൾക്കും ഡോക്ടർ സണ്ണിക്കുമെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിച്ച എന്തിനാണ്? താങ്കൾക്കും ഡോക്ടർ സണ്ണിക്കുമെതിരെ ഈ കോൺഗ്രസ് നടപടി സ്വീകരിച്ച എന്തിനാണ് കെ കെ ഗോപിനാഥൻ? എന്താണെന്നറിയാം, കോൺഗ്രസിലുള്ള പല ആളുകളെ കുടുക്കിയിട്ടെടുക്കാൻ അതൊന്നും കൊടുക്കാൻ നടക്കുകയല്ല. അതൊക്കെ മോഹം മാത്രമേ ഉള്ളൂ. കെ കെ ഗോപിനാഥൻ, താങ്കൾക്കും ഡോക്ടർ സണ്ണിക്കുമെതിരെ കോൺഗ്രസ് പാർട്ടി അന്വേഷിച്ച് നടപടി സ്വീകരിച്ച എന്തിനാണ്? കോൺഗ്രസ് പാർട്ടി അന്വേഷണം ഞങ്ങൾക്കെതിരെ നടന്നില്ലല്ലോ. അതെന്നാ പണ്ട് പിന്നെ DCC പ്രസിഡന്റ് പിന്നെ
IC ബാലകൃഷ്ണൻ 200 കോടി രൂപ 2 കോടി രൂപ വാങ്ങിച്ചു എന്നും പറഞ്ഞ് ആരോ ഒരു പരാതി അയച്ചു. അതിനെപ്പറ്റി അന്വേഷണം നടത്തി. അന്വേഷണം നമ്മൾ നിരപരാധിയാണെന്ന് ഞങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്തു. കെ ഗോപിനാഥൻ ഇന്നിപ്പോ അവിടുത്തെ BJP നേതാവ് പ്രശാന്ത് മലവേൽ പറഞ്ഞത് താങ്കളാണ് ഈ പറയുന്ന എല്ലാത്തരം ഗുപ്തപ്പണികളുടെയും ഉടായ്പകളുടെയും CPM കോൺഗ്രസ് പാലമായി വർത്തിക്കുന്നത് താങ്കളാണ് എന്ന് പറയുകയാണ് പ്രശാന്ത് മലവേൽ. അങ്ങനെയുണ്ടോ? പ്രശാന്ത് എന്റെ ഒരു സുഹൃത്ത്, അയാൾ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അതിപ്പോ രാഷ്ട്രീയ ശത്രുത അല്ല, അത് ഗെയിനായിട്ട് പറയില്ല. അയാളൊന്നും പറയില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ്, ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. പ്രശാന്ത് പക്ഷേ നല്ല ബന്ധമുള്ള മനുഷ്യൻ പറയുന്നുണ്ട് താങ്കളാണ് ഈ ഇടപാടിന്റെ ഒക്കെ സൂത്രധാരൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. താങ്കളാണ് ഇതിന്റെ കിങ് പിൻ എന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഇതൊന്നും നടക്കുകയില്ല. കോൺഗ്രസിലുള്ള ഒരാളെയും ബേസിക് ആയിട്ട് നശിപ്പിക്കാനായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുകയില്ല. ഇത് കോൺഗ്രസിന്റെ പാർട്ടി മേലങ്കീട് തണിയല്ലേ കെ ഗോപിനാഥൻ? പാർട്ടി മേലങ്കീട് തണിയല്ലേ? ഇവിടെ NM വിജയൻ എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്തൊരു പാമ്പ് പിടിച്ച മനുഷ്യൻ താങ്കളുടെ പേര് എഴുതി നോക്കും. താങ്കൾ പറയുന്നു അങ്ങനെ ഇല്ല എന്ന്. താങ്കൾ കള്ളം പറയുക. താങ്കളുടെ പേര് എഴുതി വെച്ച ആത്മഹത്യ കുറിപ്പിൽ ഇവിടെ മറ്റൊരു ഷാജി താങ്കളുടെ പേരിൽ താങ്കൾ പണം വാങ്ങി എന്ന് പറയുക. താങ്കൾ ബ്ലണ്ടായി പറയാം അങ്ങനെ ഇല്ല എന്ന് താങ്കൾ പറയാം. അങ്ങനെ ഇല്ല താങ്കൾ പറഞ്ഞ അങ്ങനെ ഇല്ലാതാവോ? അന്വേഷിക്കട്ടെ സാർ. നിങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷണ ഏജൻസി പറയണ്ട. അന്വേഷണ ഏജൻസി പറയട്ടെ. അന്വേഷണ ഏജൻസി പറയുന്ന പോലെ താങ്കൾ ഇല്ല 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 എന്ന് പറയുന്ന ആരും ഇല്ല എന്നാണെങ്കിൽ അതില്ല. അങ്ങനെ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ പട്ടികയിലടക്കം താങ്കളുടെ പേര് വരും. നിങ്ങളുടെ സഹായത്തിന് വേണ്ട, നമ്മൾ നോക്കാം, നിയമം നോക്കിക്കോളാം. ശരി, നിയമം നോക്കിക്കോളാം. ശരി. ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്തിട്ടും ധാർഷ്ട്യത്തിന് കുറവില്ല അല്ലേ കെ ഗോപിനാഥൻ? ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്തിട്ടും ധാർഷ്ട്യത്തിന് കുറവില്ല അല്ലേ? മരിച്ചതിന് ശേഷമുള്ള കുടുംബത്തെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന നിങ്ങളാ. എന്ത്? ആര് മാനസികമായി പീഡിപ്പിച്ചു എന്ന്? കെ ഗോപിനാഥ്, ഇവിടെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ആത്മഹത്യയെക്കുറിച്ച് താങ്കളുടെ പേര് എഴുതി വെച്ചിരിക്കുക. താങ്കൾ ആത്മഹത്യയെക്കുറിച്ച് വിശ്വാസം ചോദ്യം ചെയ്യണോ? മര്യാദയോടല്ലേ? എന്റെ പേരിൽ ഒരു ആത്മഹത്യക്കുറിപ്പില്ല. നിങ്ങളാണ് അവരെ മാനസിക പീഡനം നിങ്ങൾക്കെതിരായിട്ട്. എന്റെ സാറേ, ഞാൻ എത്ര തവണ വായിച്ചു? ഇനി വേണേ ഞാൻ വായിച്ചു തരാം. ഞാൻ അങ്ങനെ ആത്മഹത്യക്കുറിപ്പ് അയച്ചു തരാം. താങ്കൾ വായിക്കാത്തതുകൊണ്ടാണ്. ഞാൻ വായിക്കാം, ഞാൻ കാര്യം മനസ്സിലാക്കാം. ഞാൻ ഡെപ്തായിട്ട് പഠിച്ചിട്ടായി പറയുന്നത്. ഞാൻ അയച്ചുതരാം. ഞാൻ ആത്മഹത്യക്കുറിപ്പ് അയച്ചു തരാം. താങ്കൾ ഒരു ചുക്കും പഠിച്ചിട്ടില്ല. ഞാൻ തിരികെ എത്തും കേട്ടോ ഇടവേളയ്ക്ക് ശേഷം. ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ നക്ഷത്രം പോലെ ഉള്ള ഒരു ആത്മഹത്യക്കുറിപ്പിൽ പേര് വന്നിട്ട് ഗോപിനാഥൻ പറയുകയാണ് എൻ്റെ പേര് അങ്ങനെയില്ല. മാത്രമല്ല ആത്മഹത്യക്കുറിപ്പ് പോലല്ല അത് ഗോപിനാഥന്. ഇങ്ങനെ പച്ചയ്ക്ക് കള്ളം പറയുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ ആത്മഹത്യക്കുറിപ്പിൽ പേരുള്ളവർ. ജ്യോതികുമാർ ചാമക്കാല, നമ്മൾ ഈ PP ദിവ്യ നവീൻ ബാബുവിൻ്റെ വിഷയം നമ്മൾ ദീർഘനാൾ ചർച്ച ചെയ്തില്ലേ? നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ PP ദിവ്യ വഹിക്കുന്ന പദവി ഒഴിയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതല്ലേ? അവർ പോലീസിന്റെ കീഴിൽ നിയമ നടപടി സ്വീകരിക്കണം, നേരിടണം എന്ന് കോൺഗ്രസ് ആർജവത്തോട് ആവശ്യപ്പെട്ടതല്ലേ? ആ ആർജവം ഇപ്പോൾ ഉണ്ടോ കോൺഗ്രസിന് പറയാൻ? ചാമക്കാല നോക്കൂ, ഞാൻ അതിലേക്ക് കൃത്യമായി തന്നെ വരാം. ഇവിടെ SK സജീഷ് ചില കാര്യങ്ങൾ പറഞ്ഞു പോയി. ഇവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞത് IC ബാലകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ, അതായത് പിന്നെ ഈ കേസിൽ വിജയേട്ടൻ്റെ മകന് കിട്ടേണ്ടിയിരുന്ന നിയമനം മറ്റാർക്കോ മറിച്ചു കൊടുത്തെന്നാണ്. IC ബാലകൃഷ്ണൻ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് നൽകിയിട്ടുള്ളത് SC കോട്ടയിൽപ്പെട്ടവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ വളരെ സ്പെസിഫിക്കായി ഞാൻ ഡേറ്റ് സഹിതം പറയാൻ തയ്യാറാണ്. 3/11/2023 കളവ് പറയല്ലേ. ഞാൻ ആത്മഹത്യ കുറിപ്പാണ് വായിച്ചത്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതല്ല. താങ്കളുടെ അവസരത്തിൽ താങ്കൾ സംസാരിച്ചില്ലേ? മര്യാദയ്ക്കിരിക്കട്ടെ. താങ്കളുടെ അവസരത്തിൽ താങ്കൾ സംസാരിച്ചല്ലോ. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ തീരുമാനിക്കുന്നത്. കൂടുതൽ അഭ്യാസമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. താങ്കളെ ഞാൻ ചോദിച്ചല്ലോ, ഇടുക്കി കൊലപാതകത്തെ കുറിച്ച്, ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞല്ലോ. താങ്കൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? PP ദിവ്യ, താങ്കൾ എവിടെയായിരുന്നു കഴിഞ്ഞ ഒരു മാസം എവിടെയായിരുന്നു ചർച്ചയ്ക്ക് വരാൻ? എന്താ പേരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചർച്ച എവിടെയായിരുന്നു? ഒളിച്ചിരിക്കായിരുന്നല്ലേ? പേരിയ കൊലപാതകം വന്നപ്പോൾ ഒളിച്ചു നിന്നു. ഇടുക്കിയിലെ വിവാദം വന്നപ്പോൾ ഒളിച്ചു നിന്നു. അതുപോലെ നവീൻ ബാബുവിന്റെ കൊലപാതകം വന്നപ്പോൾ വിളിച്ച് ഒളിച്ചു നിന്നു. ഞങ്ങൾ എനിക്കുള്ള അവസരത്തിൽ ഞാൻ സംസാരിക്കും. നിങ്ങളെ പോലെ PP ദിവ്യയുടെ കേസ് വന്നപ്പോൾ ഒളിച്ചോടുക, പേരിയ കൊലപാതകം വരുമ്പോൾ നിങ്ങൾ ഒളിച്ചോടുക, നവീൻ ബാബുവിന്റെ ചർച്ച വരുമ്പോൾ നിങ്ങൾ ഒളിച്ചോടുക. ഇന്ന ചാനൽ ഇന്ന വിഷയം എടുത്താൽ മാത്രമേ ഞങ്ങൾ പ്രഖ്യാപിക്കുക. ഓരോ ദൈനംദിനം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അഭ്യാസവുമില്ല. അവസാന സമയം വെറുതെ പോകുള്ളൂ. ഞാൻ ആചാരം വാങ്ങിയിട്ടല്ല വന്നിരിക്കുന്നത്. അല്ല, മനസ്സിലായില്ലേ? ഞാൻ എന്ത് പറയണം ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ വായിച്ച ഭാഗം അദ്ദേഹത്തിന്റെ ഉണ്ടോ നിക്ഷേപകൻ
സാബു എന്ന് പറയുന്ന നിക്ഷേപകൻ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തപ്പോ അദ്ദേഹത്തിന് മനോരോഗമാണെന്ന് പറഞ്ഞ ആളല്ലേ എം എം മണി? താങ്കൾ നിഷേധിച്ചോ? താങ്കൾ അതിനെക്കുറിച്ച് ആക്ഷേപിച്ചോ? പിന്നെ ഒന്നും പറയണ്ട, പിന്നെ അവിടെ ഇരുന്നാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ കേട്ടാ മതി. മനസ്സിലായില്ലേ? ആത്മഹത്യാക്കുറിപ്പിന്റെ ഭാഗമാണോ അല്ലയോ എന്നാണ് സജീഷേ, സംശയം ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി. സംശയം അതെ ആത്മഹത്യക്കുറിപ്പ് ഭാഗമാ. അല്ലല്ല, സംശയം ആത്മഹത്യക്കുറിപ്പിന്റെ ഭാഗമാ. ചമക്കല പറയട്ടെ പറയൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ എൻ എം വിജയനെ കുറിച്ച് പറയുന്നല്ലോ, ഹാഷ്മി അറിയാമോ? ഈ എൻ എം വിജയനെ കുറിച്ച് പറയുന്നല്ലോ, ഈ വന്ധ്യവയോധികനായ എൻ എം വിജയനെ വീട്ടിൽ കയറി തള്ളിയുള്ള പേരാണ് CPM എന്ന് അറിയാമോ? ഈ വന്ധ്യവയോധികനായ ഈ എൻ എം വിജയനെ അദ്ദേഹത്തിനെ മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ തട്ടിയുള്ള പേരാ CPM. അതൊന്നും എന്നോട് പറയരുത്, അതൊന്നും എന്നോട് പറയരുത്. ഞാൻ ഇവിടെ പറയുന്നത്, ഞാൻ ചോദിച്ചല്ലോ, സാബു എന്ന് പറയുന്ന ഒരാൾ എന്റെ അവസരത്തിൽ കയറി താങ്കൾ വേണം ഉണ്ടാക്കിയാൽ ഞാൻ സംസാരിക്കാം. ഞാൻ എന്ത് സംസാരിക്കണം ഞാൻ തീരുമാനിക്കും. ഞാൻ താങ്കൾ പറയുന്നത് പറയാനല്ല വന്നിരിക്കുന്നത്. ഇത്രയും കാലം മാളത്തിൽ ഒളിച്ചിട്ട് ഇത്രയും കാലം വിവാദപരമായ പല പറയട്ടെ. PP ദിവ്യക്കെതിരെ സ്വീകരിച്ച നിലപാട് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുമോ? ചാമക്കാല പറഞ്ഞോ. ഞാൻ പറയാം, ഹാഷ്മി കേട്ടോളൂ. ഇല്ല, തുടക്കത്തിൽ തന്നെ തുടങ്ങാം. താങ്കൾക്ക് ട്രോളിനൊരു ഭാഗം താങ്കൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾ ഈ തൊട്ട് മുമ്പുള്ള ഇന്റർവെൽ തുടങ്ങുന്നതിന് മുമ്പ്, അഥവാ ഇടവേള തുടങ്ങുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞത് IM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രകടനം നടത്തുന്നതാണ് പറഞ്ഞത്. അത് തിരുത്തുന്ന ഒരു കണക്കിന് താങ്കൾക്ക് നന്നായിരിക്കും. രണ്ടാമത്തേത് ഈ വിഷയവുമായി ഇവിടെ ആയുഷ്കാലം അത്രയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ആത്മഹത്യക്ക് ശേഷം ആത്മഹത്യാക്കുറിപ്പ് വീട്ടിലെ മേശപ്പുറത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞ കേസുദാനം ഇല്ലാത്ത റോൾ എനിക്ക് വേണ്ട. നമുക്കല്ല പറഞ്ഞു പൂർത്തിയാക്കൂ. എന്റെ ആശ്മി, ഞാൻ പറഞ്ഞത് അല്ലല്ല അങ്ങനെ പറഞ്ഞു പോലെ ആ കുടുംബം അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ പറയാനുള്ളത് മുഴുവൻ അദ്ദേഹം കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? മകൻ സമ്മതിക്കുന്നുണ്ടല്ലോ. ശ്രീ K. സുധാകരൻ അതിനെ സംബന്ധിച്ച് K. സുധാകരനും അദ്ദേഹവുമായി സംസാരിച്ചു എന്നുള്ള കാര്യത്തിൽ അവരാരെങ്കിലും തർക്കം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളതെന്ന് മകൻ മുഖാമുഖം മുഖതാവിൽ പറഞ്ഞാൽ അത് കേട്ടു എന്ന് K. സുധാകരൻ പറഞ്ഞിട്ടില്ലേ? താങ്കൾ ആ ഭാഗം പറയാത്തത്? ഒരു കത്ത് കിടപ്പുണ്ട്, ഞാൻ വായിച്ചില്ല എന്ന് പറയാവോ? ആത്മഹത്യാക്കുറിപ്പല്ലേ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചല്ലോ, താങ്കൾ ഈ കിടന്ന് ന്യായം പറഞ്ഞല്ലോ. ഇത്രയും ദിവസം എവിടെയായിരുന്നു സജീഷേ? ഇത്രയും ദിവസം പേരയിലെ രണ്ട് കുട്ടികളെ കൊല്ലാക്കൊല ചെയ്ത കേസിന്റെ വിധി വന്നപ്പോ നീയൊക്കെ മാളത്തിൽ വിളിച്ചില്ലേ? എവിടെ പോയിരുന്നു? ഇവിടെ നവീൻ ബാബുവിന്റെ കൊലപാതകം, ആ കൊലപാതകം ഞങ്ങളെ സംബന്ധിച്ച് വിജയേട്ടൻ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിന്റെ ഒന്നും ആവശ്യമില്ല, ആവശ്യമില്ല. ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് കോൺഗ്രസിന്റെ ചരിത്രം നിങ്ങൾക്ക് ഈ ചർച്ചയെ വഴിതിരിച്ചു. നവീൻ ബാബു എങ്ങനെ ആത്മഹത്യ ചെയ്തത്? നവീൻ ബാബു എന്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്? എങ്ങനെയാ പേരിയിലെ 2 കുട്ടികൾ മരിച്ചത്? നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നല്ലേ? എവിടെയായിരുന്നു നിങ്ങളൊക്കെ ചർച്ചാ സമയത്ത്? ഞങ്ങൾ മരിച്ചു, ശരിയാണ്. പാർട്ടിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഒളിച്ചോടിയിട്ടില്ല. ഞങ്ങൾ ചർച്ചയിലുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. ഒളിച്ചോടിയിട്ടില്ല. ശരി, ചർച്ചയിലുണ്ട്. അല്ല, ചർച്ച ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ശരിയാണ്. ഞാൻ പറഞ്ഞോട്ടെ ചമകല. അതായത് ഈ ആശ്മിക്ക് ഈ ഒത്തുതീർപ്പ് ചർച്ചയിൽ ആശ്മിക്ക് റോളില്ല എന്നതുകൊണ്ടാണ് ഗോപിനാഥൻ വളരെ കൂളായിട്ട് അത് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു, കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു വാർത്താ മാധ്യമത്തിൽ വന്നിട്ട് വളരെ തൻ്റെ ഇടത്തോടും ആർജവത്തോടും കൂടി പറയുകയാണ്, ഈ ജനങ്ങൾ മുഴുവൻ കേൾക്കുകയെ പറയുന്നത് കേസെടുക്കില്ല, അതിൽ പ്രതിയാവില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയാനുള്ള കാരണം അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഒത്തുതീർപ്പാക്കുകയാണ്. ഇവരിവിടെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദം ഉന്നയിച്ച് ട്രോള് പേര് തെറ്റിയെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദം ഉന്നയിക്കുകയല്ലാതെ ഇവരെന്താ, ഞാൻ പറഞ്ഞേ, ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായി അത് ഒത്തുതീർപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപിനാഥൻ ഇത്ര പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന തരത്തിൽ ഇത്ര ആക്ഷേപത്തോടെ ഇത്ര ഇവിടെ വന്ന് പറയാൻ ധൈര്യം കാണിച്ചത്. ആ
സമയത്ത് ഒരു അക്ഷരം മിണ്ടിയില്ല ഈ ചാമക്കാല. അപ്പൊ പറയണായിരുന്നു ഗോപിനാഥനോട് തന്റെ ഇടത്തോടെ പറയണേ, ഫോൺ വെച്ച് പോയിക്കൊള്ളണം, ഈ പാർട്ടിയിൽ നിന്ന് പോയിക്കൊള്ളണം എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കണമായിരുന്നു. അങ്ങനെയെങ്കിലും നീതി മേടിച്ചു കൊടുക്കാൻ, ആ കുടുംബത്തിന് നീതി മേടിച്ചു കൊടുക്കാൻ തന്റെ ഇടം കാണിക്കണമായിരുന്നു. ഇവിടെ മറ്റുള്ള തന്റെ ഇടം കാണിക്കണമായിരുന്നു ചാമക്കാലെ. പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. ശരി 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 സമയം ശരി അല്ല 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 ഉണ്ട് ഉണ്ട്. പക്ഷേ ഗോപിനാഥനെ സംബന്ധിക്കുന്നില്ല. ഗോപിനാഥൻ പറയുന്നത് ഈ പറയുന്ന ആത്മഹത്യക്കുറിപ്പിൽ പേരില്ല എന്ന് പറയുകയാണ്. ഈ പറയുന്ന ഒന്നുമില്ല, നക്ഷത്രം പോലെ നിൽക്കുന്ന പരാതിയിൽ, നക്ഷത്രം പോലെ നിൽക്കുന്ന ആത്മഹത്യക്കുറിപ്പിൽ എൻ്റെ പേരൊന്നുമില്ല, അങ്ങനെയൊന്നും വരില്ല എന്നുള്ളതാണ് ഗോപിനാഥൻ്റെ ആത്മവിശ്വാസം. ഗോപിനാഥൻ്റെ ആത്മവിശ്വാസത്തിന് അധികം ആയുസ് ഉണ്ടാവാതിരിക്കട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനിയും പ്രൈം ടൈം വിത്ത് എസ് കെ കാണാം. ഗുഡ് ബൈ.